ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷെമി ഷാനവാസ് വ്ളോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളൊരു 7 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുള്ളത്. കാരണം കാര്യമായിട്ടുള്ള തിരക്കൊന്നുമില്ല രാവിലെ. നമ്മൾ രാവിലെ എണീച്ചാൽ നമ്മൾ എന്താണ് പലഹാരം ഉണ്ടാക്കണം, അതിലേക്ക് എന്താണ് കറി എന്നൊക്കെ ചിന്തിക്കുമല്ലോ. പിന്നെ ഇപ്പം എനിക്ക് ആ ടെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കാണെങ്കിൽ ഇഡ്ഡലി 2 പാക്കറ്റ് മാവാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 വലിയ പാക്കറ്റ് മാവ്. അപ്പോൾ അത്യാവശ്യം മാവ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ 2 തട്ടിൽ വെച്ച് കൊടുക്കാനുള്ള ഇഡ്ഡലി മാവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കറിൽ എന്താണെന്ന് വെച്ചാൽ സാമ്പാറും ചിക്കൻ കറിയാണ് കേട്ടോ രാത്രി ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് കട്ടിച്ചട്ടി തേങ്ങാ ചട്നി അരച്ചത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ രാവിലേക്ക് ഇനി വേറെ നോക്കണ്ടല്ലോ. അപ്പോൾ ഇഡ്ഡലി എടുത്തിട്ട് മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ചായ ഇട്ട് കുടിക്കാം. ചായ വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. അപ്പോൾ എന്നാലും രാവിലെ എണീച്ച് വന്ന ചായ കുടിക്കുക എന്നുള്ളത് വലിയൊരു എന്താ പറയുക സംഭവമാണ്. നമുക്ക് ചായ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയായിരിക്കണം കേട്ടോ. പിന്നെ നമ്മളിതാ സാമ്പാർ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതുപോലെ ചിക്കൻ കറി നമുക്ക് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സമയം ഏതായാലും ഇനിയിപ്പോൾ മക്കൾ മദ്രസയിൽ നിന്ന് വരാൻ അയക്കുന്നു സാഫിനോ. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ. അപ്പോഴത്തേനും വേഗം ഇതൊക്കെ ആക്കണം. അപ്പോൾ അവർ രണ്ടുപേരും ലഞ്ച് കൊണ്ടുപോകണില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കൂടെ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴേക്കപ്പോഴേ എത്തുന്നതാണ് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. നമ്മൾ സാധാരണയായിട്ടുള്ളൊരു വീട്ടമ്മയാണ്. വീട്ടമ്മയ്ക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളും ഓരോ ദിവസവും എല്ലാ ദിവസവും ഒരേപോലെ ടൈം ടേബിളിൽ പോകുമൊന്നുമില്ല. നമ്മൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഇടയിൽ കൂടെ ഉണ്ടാവും. ചില ദിവസങ്ങൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. ഇനി അത് എടുത്താൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എങ്കിലും കഴിവതും തിരക്കുകളുടെ ഇടയിൽ അതൊക്കെ നമ്മൾ ചെയ്തു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ 2 കറികളും ചൂടാക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ജീവിതം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ടൈം ടേബിൾ പ്രകാരം അങ്ങനെ മുന്നോട്ട് പോകാനൊന്നും നമുക്ക് എല്ലായ്പ്പോഴും ഒന്നും പറ്റുമൊന്നുമില്ല. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ വന്നില്ലെങ്കിൽ ആകെ താളം തെറ്റി നമ്മൾ വേറെ രീതിക്കായിരിക്കും പിന്നീട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വീട്ടമ്മ എന്ന് പറയുന്ന ഒരു രീതിക്ക് ഏതൊരു സ്ത്രീക്കും നമ്മൾക്ക് കറക്റ്റായിട്ട് അത് നമ്മൾ ടൈം ടേബിൾ വെച്ചാലും ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അത് രാവിലെ നീക്കുന്നു, നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയൊക്കെ കഴിയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുന്നു, മക്കൾക്ക് മദ്രസയ്ക്കും സ്കൂളിലേക്കൊക്കെ അയക്കാനുള്ള മദ്രസയ്ക്ക് നേരത്തെ അയക്കുന്നു. അത് കഴിഞ്ഞ് വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നു. അവർ വരുമ്പോഴേക്കും അത് റെഡിയാക്കട്ടെ ഇത് റെഡിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ടി അവർ വരുമ്പോഴത്തേനും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നട്ടം തിരിഞ്ഞ് പണിയെടുക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേനും ഉച്ചക്കലേക്ക് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കുക എന്ന് പറയുന്നു, അത് ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം ചെയ്യുന്ന കിച്ചണിൽ പണിയെടുക്കുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞ് നമുക്ക് അടിക്കൽ തുടക്കൽ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളാണ് ഫുൾ ടൈം ബിസി എന്ന് പറയാം സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു പാത്രം വെള്ളം എപ്പോഴും തിളപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ. അത് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കും. അത് അവിടെ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ചെറുതായിട്ട് ചുടുവെള്ളം കുടിക്കുന്ന ആൾക്കാരെന്ന് വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കില്ല എന്നുള്ളതല്ല. രാവിലെയൊക്കെ അധികം എല്ലാവരും ചുടുവെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. അപ്പോൾ നമ്മൾക്കിതാ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാ ചട്നി അരച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു സംശയം, ഇത്രയും ഇഡ്ഡലി ഉണ്ടെങ്കിൽ കൂടി ആവി ഇഡ്ഡലിയേ ഉള്ളൂ എങ്കിലും തികയില്ലയോ എന്നൊരു സംശയം കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം തികയാതെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് റവ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേഗം ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇവിടെ ആർക്കും ഉപ്പുമാവ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും പറ്റിയ കറികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഞാനായിക്കോട്ടെ എല്ലാവരും കഴിക്കും. അല്ല ഇന്ന് ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി സാമ്പാറുണ്ട് അപ്പോൾ ഇഡ്ഡലിക്ക്. അപ്പോൾ ചിക്കൻ കറി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിച്ചോളെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളത് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ കൂടിയിട്ട് എനിക്ക് അത് എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറയുക വീഡിയോസൊക്കെ നമ്മൾ ഓരോ സമയത്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അടുക്കള വിശേഷങ്ങളൊക്കെ ഉണ്ടാകും. അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടും പറ്റില്ല. കാരണം അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു, നമ്മൾ വേഗം ഫുഡ് ഉണ്ടാക്കുന്നു, റെഡിയാക്കണം. അപ്പോൾ ഈ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ടൈം പോകുന്നുണ്ട്. നമ്മളിപ്പോൾ 1 മണിക്കൂറിലാണ് ഒരു ചിക്കൻ കറി വേഗം റെഡിയാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് അതൊക്കെ
ഒന്ന് സെറ്റാക്കി അതൊന്ന് വീഡിയോ എടുത്ത് പിന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചൊക്കെ എടുത്ത് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും അത് കുറച്ച് ടൈം പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചപ്പോൾ ചില സമയങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ തന്നെ വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല പോകുന്നത് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊന്നുമല്ല, നമ്മളിത് ആ ഉപ്പുമാവിലേക്കൊക്കെ താളിച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഈ പൊരിപൊരുന്നനുള്ള ഒരു ഉപ്പുമാവ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ആർക്കും എന്നല്ല, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഇക്കാക്കാണെങ്കിലും ഇങ്ങനെ കരണ്ടിയും കൊണ്ടിങ്ങനെ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ കട്ടയായിട്ട് വരുമല്ലോ, അങ്ങനത്തെ ഒരു ഉപ്പുമാവൊക്കെയാണ്. അപ്പോൾ അതിൽ ഇത്തിരി ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഉച്ചക്കലേക്ക് നമ്മൾ പരിപ്പ് കറിയാണ് വെക്കുന്നത്. പരിപ്പും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടാണ്. അതിൻ്റെ പരിപ്പ് ഞാനിതാ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുമ്പളങ്ങയൊക്കെ കൊടുന്നപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാ വേവിച്ച് തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കറി അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മെഷീനിലുള്ള തുണിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഉണക്കാനിടണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ.